ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ മലയാളത്തിലെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി മമ്മൂട്ടി കമ്പനിയുടെ 7th പ്രൊഡക്ഷൻ കളങ്കാവൽ, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നു. അതിൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കിനൊപ്പം തന്നെ ടൈറ്റിലും കൂടി വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ ഇതുവരെ കാണാത്തൊരു എക്സ്പ്രഷൻ അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബ്രഹ്മയുഗം എന്ന സിനിമ ആദ്യം പോസ്റ്റ് വന്നപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എന്നായിരുന്നു. അതേ തന്നെയാണ് ഈ കളങ്കാവൽ പറഞ്ഞ സിനിമയുടെയും. അദ്ദേഹം ഒരു സിഗരറ്റ് അങ്ങനെ ഒന്ന് കടിച്ച് പിടിച്ചിങ്ങനെ നിന്ന് രൂക്ഷമായ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരു പോസ് അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് വിനായകൻ്റെ ഒരു പോലീസ് ഓഫീസറിൻ്റെ പക്ഷേ ഒരു ഷെയ്ഡോട് കൂടിയൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ രണ്ടും ഒന്നിനൊന്നും ബെറ്ററാണ്. പക്ഷേ മമ്മൂട്ടി എന്ന ആക്ടറുടെ ഞാൻ കാണുന്നത് ഒരു രക്ഷയില്ല. കാരണം അങ്ങനെ ഒരു ലുക്ക് ഞാൻ അതുവരെ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കമൻറ്റിലൊക്കെ അറിയിക്കാവുന്നതാണ്. പക്ഷെ ഇതുപോലൊരു എക്സ്പ്രഷൻ സംഭവം ഇങ്ങനെ ഇല്ല. മമ്മൂട്ടി ഓരോ സിനിമയിലും ഓരോ എക്സ്പ്രഷൻ നമ്മളെങ്ങനെ എന്താ പറയുക, ആ സിനിമ കാണാനിലേക്ക് നമ്മൾ സിനിമ കാണാൻ വെക്കുന്ന തരത്തിലൊരു എക്സ്പ്രഷൻ കിട്ടും. എന്താണ് ഇത്രമാത്രം ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഹൈലൈറ്റ് എന്ന് കാണിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയും കാണിക്കുന്നത്. ബ്രഹ്മയുഗത്തിന്റെ ആ ഒരൊറ്റ ചിരിയിലാണ് മനുഷ്യരിപ്പോൾ എന്താ പറയുക അത്രയും ആളുകളെ ആ സിനിമ കാണാൻ പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു ചിരിയും ആ നിഗൂഢമായിട്ടുള്ള എല്ലാം ചെരുവിയും ചേർത്തിട്ടുള്ള ആ ചിരിയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിൽ ആ മമ്മൂട്ടി എന്ന ആക്ടറിൽ മെഗാസ്റ്റാർ നമ്മുടെ ആ ഒരു മമ്മൂട്ടി കമ്പനിയുടെ പ്രോമിസിങ് തരുന്നൊരു എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ കൂടിയായി പിന്നെ മാറി എന്ന് പറയാം. ഈ ഒരു പോസ്റ്റിലൂടെ തന്നെ പറയാൻ പറ്റും. അത്രമാത്രം എന്താ പറയുക ആ ഒരു നിഗൂഢത നിറഞ്ഞൊരു പോസ്റ്റ് പോലേക്ക് തോന്നിയത്. കാരണം അത്രയും അതിൻ്റെ ഈ പോസ്റ്റർ ഒരു എന്താ പറയുക ഈ പോസ്റ്ററും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ടൈറ്റിൽ നോക്കിയാൽ മതി, കളങ്കാവൽ ദ വെനം ബിനീത്ത് എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സംതിങ് ഈസ് ഗോയിങ് ടു എന്താ പറയുക ഹിഡൻ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ആ ഒരു പേരും ആ ഫസ്റ്റ് ടൈറ്റിലാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ടൈറ്റിൽ വിത്ത് മാസ്മരികമായ ഒരു എക്സ്പ്രഷൻസും അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊരു എക്സ്പ്രഷൻസ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ജിതിൻ കെ ജോസിന്റെ ഒരു അറ്റംപ്റ്റ് വേറെ ലെവലായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി കമ്പനി ആ ഒരു പ്രൊഡക്ഷനിൽ വിനായകനൊക്കെ എപ്പോഴാണ് വരിക എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം വിനായകൻ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി പെർഫോമറാണ്. കാരണം അദ്ദേഹം പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതൊക്കെ വ്യക്തിപരമായ കാര്യം. പക്ഷെ പെർഫോമർ എന്ന നിലയിൽ വിനായകൻ തളയ്ക്കാൻ അല്ലെങ്കിൽ വിനായകൻ വെല്ലാൻ ഒരു വേറെ വ്യക്തി ഉണ്ടാവില്ല. അത്രമാത്രം നല്ലൊരു പെർഫോമറാണ്. അദ്ദേഹം കൂടി ഇതിൽ ചേരുമ്പോൾ ആ ഒരു എന്താ പറയുക നമ്മുടെ ലൊക്കേഷൻ സ്റ്റിൽസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായിരുന്നു. ആ ഒരു മമ്മൂട്ടി വരുന്ന വിനായകൻ ഇങ്ങനെ വളരെ വിനയത്തോടെ നിൽക്കുന്ന ഒരു പോസ്റ്റ്, അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടാണ്. അതിനെ ആ ഒരു ഹൈപ്പൊക്കെ നമുക്ക് തന്നിരുത്തിയിരിക്കുന്നു. അതിനൊരു എന്താ പറയുക നമ്മുടെ ഡൊമിനിക്കിന്റെ ഒരു മഹാവിജയം കഴിഞ്ഞ ശേഷം അടുത്തൊരു സിനിമ മമ്മൂട്ടി കമ്പനിയുടെ വരികയാണ്. അതിനൊരു തിരി കൊളുത്തിരിക്കുകയാണ്. തിരി കൊളുത്തത് വേറൊരു തിരി കൊളുത്തലല്ല, ഒരു അടാറ് ഹമിട്ട് തിരി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഗർഭം കളിക്കുന്നൊക്കെ പറയില്ല, അമ്മാര് തിരി കൊടുത്തിരിക്കും. കാരണം എന്താ പറയുക ടൈറ്റിൽ വിത്ത് മാസ് എക്സ്പ്രഷൻ ഒരു രക്ഷയില്ല മമ്മൂട്ടി. എന്താ പറയുക ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രൊഡക്ഷൻ കമ്പനി എന്ന പേര് തന്നെ ഒരു പ്രോമിസിങ് ബ്രാൻഡ് ഇൻ മലയാളം മൂവി എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ എന്താ പറയുക ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ വേൾഡ് ലെവലിലേക്ക് ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ നാളെ ഒരു ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് വന്ന് ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ, കാരണം ഈ കമ്പനി ഈ പ്രൊഡക്ഷൻ ബാനറിൽ വന്നിട്ട് എല്ലാ സിനിമയിലും 1 by 1 ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം മറ്റു സിനിമാ കമ്പനീസ് എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഒരു വ്യത്യസ്തമായ ജോണറിലോ അതിലൊരു ക്വാളിറ്റിയും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ മമ്മൂട്ടി കമ്പനി എന്ന ഈ എന്താ പറയുക കമ്പനി എന്താ പറയുക ഓരോ സിനിമകളും ഓരോ തലത്തിലാണ് നമ്മളെ കൊണ്ടുവന്ന് വിസ്മയിപ്പിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഈ സിനിമ കളങ്കാവൽ ഒരു വൻ സക്സസ് ആവട്ടെ. ഇനി വരും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.